ഹായ് ഓൾ വെൽക്കം. എല്ലാവർക്കും സുഖമാണെന്നും സന്തോഷമാണെന്നും വിശ്വസിക്കുന്നു കേട്ടോ. ഇപ്പോൾ മുൻപത്തെ പോലെ അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല കേട്ടോ. അതുകൊണ്ടാണ് വീട്ടിലെ എൻ്റെ ഡെയിലി റുട്ടീൻസ് ഇടുന്നത്. അപ്പോൾ ഇന്നും മനോഹരമായൊരു പ്രഭാതമാണ്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ ആരംഭിച്ചു കേട്ടോ. അപ്പം ഞാൻ മുറ്റമടിക്കുകയാണ്. നിങ്ങൾ കാണുന്നത് പോലെ എനിക്ക് പുറത്ത് പോയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് കൂടുതൽ താല്പര്യം കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ലേഡീസിന് പലർക്കും ഡെയിലി റുട്ടീൻസും ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നവർ ഇടക്കാലത്ത് വെച്ച് വീഡിയോ ഇടയിൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലിൻ്റെ റീച്ച് വല്ലാണ്ട് അങ്ങ് കുറയും കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചാനൽ ഇവിടം വരെ എത്തിച്ചത്. അപ്പം ഇതിൻ്റെ റീച്ച് കുറയുമ്പോഴും വ്യൂസ് കുറയുമ്പോഴൊക്കെ വളരെ സങ്കടമാണ്. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ആയാലും ഇടാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടമുള്ളവർ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇത് ഒരു തുളസിത്തറയാണ് കേട്ടോ. ഒരു ചെടിച്ചട്ടി വാങ്ങുന്ന ഒരു കടയിൽ നിന്നാണ് ഞാൻ ഈ തുളസിത്തറ മേടിച്ചത്. അപ്പം നമ്മൾ ബഹറിനിൽ പോയതിന് ശേഷം ഇതാകെ പൂപ്പലൊക്കെ പിടിച്ച് ആകെ കേട് വന്നു കേട്ടോ. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കഴുകുകയാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ തുളസിത്തറയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ ജസ്റ്റ് 4 സൈഡ് ഇഷ്ടിക വെച്ചിട്ട് നടുവിൽ മണ്ണൊക്കെ ഇട്ടിട്ട് ഞാൻ പണ്ട് തുളസിത്തറ കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര നല്ല ഓർമ്മകളാണ്. ഒരുപാട് വർഷമായിട്ട് നമ്മൾ ചെയ്ത ഒരു കാര്യം ഇപ്പോഴും അതേപോലെ നിൽക്കുക എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ആകെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൊല്ലത്തിലൊരിക്കലൊക്കെ വണ്ടി കഴുകാറുള്ളൂ. പിന്നെ ഇത് എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ, പ്ലാൻ കെയറിങ് എന്ന് പറയുന്നത്. അപ്പം എനിക്കുള്ള കുറച്ച് ചെടികളാണ്. അപ്പം ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്കറിയാലോ നാട്ടിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. എല്ലാം വാടിക്കരിഞ്ഞു പോവും ദിവസം വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ആക്ച്വലി ഞങ്ങളുടെ ഈ സ്ഥലത്ത് വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ. ഇവിടെ കിണർ കുത്തിയാലും വെള്ളം കിട്ടാത്ത ഒരു സ്ഥലമാണ്. അപ്പം ഒരു പൊതു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മളെപ്പോലെ തന്നെ പക്ഷി മൃഗാദികൾക്കും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലേ. അപ്പം അവർക്കും കൂടി കുടിക്കാനായിട്ട് ഞാൻ ചെറിയൊരു താമരക്കുളം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ വെള്ളം നിറച്ച് വയ്ക്കും. താമരയൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ കിളികൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും പട്ടികളൊക്കെ വന്ന് കുടിക്കാറുണ്ട് കേട്ടോ വെള്ളം മതിയെന്ന്. അപ്പം അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു താമരക്കുളം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം താമരക്കുളത്തിൻ്റെ വീഡിയോ കാണിക്കാം കേട്ടോ. ഇപ്പോൾ അതിൽ എന്താ പറയുക, മണ്ണും ചെളിയും ഒക്കെ നിറഞ്ഞ് ആകെ കേട് വന്നിട്ടുണ്ട്. ഇനി അതിൽ വെള്ളം മാറ്റണം, മീനുകളെ ഇടണം, അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. ഇത് ഇപ്പം ഒരു ചിക്കു പ്ലാന്റാണ്. അപ്പം ഞാൻ ബഹ്റൈനിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വെച്ച ഒരു മരമാണ് കേട്ടോ. അത് ഇപ്പം എന്നെക്കാളും വലുതായിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇതിങ്ങനെ വലുതായി കാണുമ്പോൾ. നോക്കിക്കേ, എന്നെക്കാളും ഹൈറ്റ് വെച്ചല്ലേ ആ ചിക്കു മരത്തിന്. അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഹെൽത്തി ഫുഡാണ് കേട്ടോ. ജസ്റ്റ് മുളപ്പിച്ച ചെറുപയർ വേവിച്ചിട്ട് അതിൽ നാളികേരം കഴിക്കുകയാണ്. ഇന്ന് വളരെ ലൈറ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ വിചാരിക്കണ പോലെയല്ല കേട്ടോ ഈ മുളപ്പിച്ച ചെറുപയർ. അപാര ഗുണങ്ങളാണ് ഇതിനുള്ളത്. അപ്പം ഡെയിലി നമ്മുടെ ഫുഡിൽ ഒരു പിടിയെങ്കിലും ചെറുപയർ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ സ്കിന്നും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് പണ്ട് സ്കൂളിൽ ഉച്ചക്കഞ്ഞിയോടൊപ്പം ചെറുപയർ നമുക്ക് വിളമ്പിയിരുന്നത്. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞി കുടിച്ചിട്ട് പഠിച്ച ഒരാളാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഉച്ചക്കഞ്ഞി കുടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മൈ ഡിയർ ഫ്രണ്ട്, ഞാൻ കാണാത്ത എൻ്റെ യൂട്യൂബ് ഫ്രണ്ട് പറഞ്ഞു എൻ്റെ ശബ്ദം കേൾക്കാനാണ്, എൻ്റെ സംസാരം കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.